നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ വേനൽ ചൂട് ദിനംപ്രതി അസഹനീയമായി ഉയരുകയാണ്. ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കണ്ടെത്തുവാൻ തണുത്ത ഭക്ഷണങ്ങളിലേക്ക് പലരും തിരിയുമ്പോൾ ഫ്ലേവേർഡ് യോഗർട്ട് പോലുള്ള വിഭവങ്ങൾക്ക് വലിയ പ്രചാരം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ തണുപ്പ് നൽകുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണകരമാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് യോഗർട്ട് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇന്ന് മിക്ക കടകളിലും സുലഭമായി ലഭിക്കുന്ന ഫ്ലേവേർഡ് യോഗർട്ട് ചൂടുകാലത്ത് അത്ര മികച്ച ഓപ്ഷൻ അല്ല. ഇതിൽ അടങ്ങിയിരിക്കുന്ന ചേരുവകൾ ദീർഘകാലം കഴിക്കുമ്പോൾ ഗുരുതരമായ കുടൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന അഡിക്റ്റീവുകൾ, സിന്തറ്റിക് ഫ്ലേവറുകൾ, കൃത്രിമ ഫ്ലേവറിംഗ് വസ്തുക്കൾ എന്നിവയാണ് വില്ലനാകുന്നത്. ഫ്ലേവേർഡ് യോഗർട്ടുകൾ വാങ്ങുമ്പോൾ അതിന്റെ ലേബൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആസ്പാർട്ടേം, അസസൾഫേം, പൊട്ടാസ്യം എന്നിവ കാണുകയാണെങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇത്തരം ചില കൃത്രിമ ആഡിനുകൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കൂടാതെ പ്രമേയം, ക്യാൻസർ എന്നിവയ്ക്കുമുള്ള സാധ്യത കൂട്ടുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. ഗുണം ചെയ്യുന്ന ബാക്ടീരിയൽ സ്ട്രെയിനുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ തൈര് കഴിക്കുന്നത് കുടലിന് നല്ലതാണ്. എന്നാൽ അത് ഫ്ലേവേർഡ് യോഗർട്ടായി മാറുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി ജേർണൽ ഓഫ് ഡയറി സയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നു. തൈരിന് രുചി നൽകുമ്പോൾ രുചി മാത്രമാണ് കൂടുക, മറുവശത്ത് പോഷകമൂല്യം ഒരു പരിധിവരെ കുറയുമെന്നോർക്കണം. വേനൽക്കാലത്ത് ആൽക്കലൈൻ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണ് ശരീരം സ്വാഭാവികമായും ആഗ്രഹിക്കുന്നത്. എന്നാൽ പഞ്ചസാരയും പ്രിസർവേറ്റീവുകളും അടങ്ങിയ ഫ്ലേവേർഡ് യോഗർട്ട് ശരീരത്തിനുള്ളിൽ വീക്കമുണ്ടാക്കുന്നു. അതായത് പഞ്ചസാരയുടെയും അഡിക്റ്റീവുകളുടെയും കൂടിയ അളവ് കാരണം രുചിയുള്ള തൈര് ഒരു പ്രോ ഇൻഫ്ലമേറ്ററി ആന്തരിക അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വിട്ടുമാറാത്ത ക്ഷീണം, ചർമ്മത്തിലെ അലർജികൾ, ദഹനക്കേട് എന്നിവയ്ക്കും കാരണമാകും. ഇതിലെ ചേരുവകൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ വേനൽക്കാലത്ത് കൂളാകുവാൻ ഫ്ലേവേർഡ് യോഗർട്ടുകളിൽ അഭയം പ്രാപിക്കാതിരിക്കുന്നതാണ് നല്ലത്.